Yes, yes. Yes, yes. Yes, yes, yes. Yes, Minister, please, please. ബഹുമാനപ്പെട്ട അംഗത്തിന് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് സാർ. Yes, yes. Question. Yes, 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 yes. ചോദ്യത്തിലേക്ക് വാ. ഇതും കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല സാർ. അതാണ് മെയിനായിട്ടുള്ള വിഷയം. എന്റെ ചോദ്യം ഇതാണ്, അടിയന്തരമായി കപ്പൽ ചാനൽ നിർമ്മിക്കുവാനും സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയാണ്. പ്ലീസ്. സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്നും പ്രതിപക്ഷ ബഹളം തുടരുകയാണ് സഭയിൽ. സെയ്ഫ് വീണ്ടും ചേരുന്നു. സെയ്ഫ്, സഭ നിർത്തിവെച്ചോ? പൂർണ്ണമായും ഇന്നത്തേക്ക് പിരിഞ്ഞോ? സഭ പിരിച്ചിട്ടില്ല, തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. സഭാ നടപടികൾ ഇനി പുനരാരംഭിക്കണമെങ്കിൽ ഒരുപക്ഷെ കക്ഷി നേതാക്കളുമായി സ്പീക്കർ ചർച്ച നടത്തും. ഇല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ സഭ പുനരാരംഭിക്കും. അങ്ങനെ പുനരാരംഭിക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് പരസ്യമായി തന്നെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇന്ന് ഫ്ലോറിൽ പറഞ്ഞപ്പോഴും എല്ലാം സമാനമായ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവസാനിക്കുന്ന സഭാ സമ്മേളനമായതുകൊണ്ട് ഇന്നിപ്പോൾ വീണ്ടും സഭയുമായി സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് സഭാ നടപടികളുമായി ഏതെങ്കിലും തരത്തിലുള്ള സഹകരണത്തിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ അത് സഭ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് സഭാ നടപടികൾ വേഗത്തിലാക്കിക്കൊണ്ട് അത് അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ വേണ്ടി ആലോചിക്കുന്നില്ല. ചില ബില്ലുകളുണ്ട്. ഇന്ന് 4 ബില്ലുകളാണ് പരിഗണിക്കേണ്ടിയിരുന്നത്. നാളെ അപരാഹ്ന സമ്മേളനമായിരുന്നു. നാളത്തെ ബില്ലുകൾ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ആ ബില്ലുകളെല്ലാം പാസ്സാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാം എന്നുള്ള നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും സംസ്ഥാന സർക്കാരും തയ്യാറല്ല. അങ്ങനെ രണ്ടുപേരും, ഭരണപക്ഷവും പ്രതിപക്ഷവും, അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സഭാ സമ്മേളനം പ്രക്ഷുബ്ധമായി തന്നെ പോകാൻ തന്നെയാണ് സാധ്യത. അല്പസമയത്തിനകം തന്നെ സഭ പുനരാരംഭിക്കും. നിർത്തിവെച്ച് കഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റിന് ശേഷമാണ് സാധാരണഗതിയിൽ സഭ പുനരാരംഭിക്കുന്നത്. അങ്ങനെ പുനരാരംഭിക്കുമ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ രണ്ട് പക്ഷവും ഒരുമിച്ച് നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടായിസമാണ് സഭയിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തെക്കുറിച്ച് ഭരണപക്ഷം ആരോപിക്കുന്ന കാര്യം. പ്രതിപക്ഷ നേതാവാണെന്നുണ്ടെങ്കിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, പ്രതിപക്ഷത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. ആ നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള പ്രസ്താവനകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ രണ്ട് പക്ഷവും നിൽക്കുമ്പോൾ സഭാ സമ്മേളനം സുഗമമായി മുന്നോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അജിൻസ്.